എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമുള്ളവരായി ഹൃദയം കർത്താവിന് സമർപ്പിച്ച് കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന മക്കളെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പ്രഭാതത്തിലെ സൂര്യൻ എങ്ങനെയാണോ ഭൂതലത്തെ പ്രകാശനമാക്കുന്നത്, അതുപോലെ കർത്താവെ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ പ്രകാശനമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ മുൾക്കിടത്തിന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവെ അങ്ങയുടെ മക്കളുടെ ശിരസിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് പല പല കാര്യങ്ങൾ കൊണ്ട് ഇടിഞ്ഞു പോയവരുണ്ട് കർത്താവെ. അവസാദം, ഡിപ്രഷൻ വന്ന് കർത്താവ് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്ന അവസ്ഥ കൊണ്ട് കർത്താവെ, നീ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നവനാണ്. നിന്റെ വിശുദ്ധ രക്തം 1 യോഹന്നാൻ 1:7 അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്നും മോചിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടതാണ്. കർത്താവ്, അതേ വിശുദ്ധ രക്തത്തെ ആസ്പദമായിക്കൊണ്ട് അടിയൻ നിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവെ, അങ്ങയുടെ യോഗ്യതയാൽ, അങ്ങയുടെ കരുണയുടെ ആധിക്യത്താൽ അങ്ങയുടെ മക്കൾക്കുള്ള അവസാദ രോഗങ്ങളെ അങ്ങ് എങ്ങനെയാണോ കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ തുരത്തപ്പെടുന്നത്, അതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കൾ അങ്ങയുടെ മനസ്സിൽ നിന്ന് ഭാരങ്ങൾ തുരത്തപ്പെടുവാനും അവർക്ക് പോകേണ്ട വഴി ഞാൻ നിൻ്റെ സങ്കീർത്തനം 32:8 നീ പറഞ്ഞു, നീ പോകേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും. കർത്താവ്, അങ്ങയുടെ മക്കളുടെ മുഖത്ത് നോക്കി എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് ആദ്യം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു ഐഡിയയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് ഈ പ്രാർത്ഥനയുടെ പരിധി ഞാൻ കൊണ്ടുവരുന്നു. കർത്താവെ, നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം ആ മക്കളുടെ ശിരസ് നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ യോഗ്യത കൊണ്ടല്ല, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് ഇവിടെ ഇപ്പോഴും ഈ നിമിഷം ഈ വീട്ടിലെ ഏതെല്ലാം തരത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടോ, എൻ്റെ കർത്താവ്, ഞാൻ നിന്നോട് യാചിച്ച് പറയുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെങ്കിൽ ആ ക്രൂശിതമായ അവസ്ഥയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ മറ്റുള്ളവർ ഒരു വ്യക്തിയെ കൊച്ചാക്കാനോ ചെറുതാക്കാനോ തള്ളിക്കളയാനോ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ആ ദൈവമായി, ഞങ്ങളുടെ ദൈവമായി അങ്ങ് നിലനിൽക്കുമ്പോൾ ഒരു മനുഷ്യന് വേദനിക്കാനോ വിഷമിക്കാനോ പാടില്ല. അങ്ങയുടെ ദൈവത്വത്തിന് ഭംഗം വരുത്തുന്ന പൈശാചിക നടപടികളെ ഞാൻ ഈ കുരിശിൻ്റെ ശക്തിയാൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ചൈതന്യം, കർത്താവ് വിശ്വാസം കൊടുക്കണേ മക്കൾക്ക്, പ്രത്യാശ നൽകണേ മക്കൾക്ക്. കർത്താവ്, ഇന്നലെ എന്ത് സംഭവിച്ചു അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിലെ നീ ഇറങ്ങുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ ഇന്ന് തിരിച്ചു വരുന്ന കാലത്ത് ഇതിൻ്റെ എല്ലാ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നീ രാത്രി തിരിച്ചു വരുമ്പോൾ നീ ഊർജ്ജസ്വലയായിരിക്കും, നീ ശക്തിയുള്ളവളായിരിക്കും, നീ ശക്തിയുള്ളവനായിരിക്കും. കർത്താവിൻ്റെ കൃപ നിലച്ചൊരിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 14:26. സഹോദരരെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇത് ഒത്തിരി കാലം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇത് നമ്മൾക്ക് ഉള്ള ഒരു സ്വത്താണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയണില്ലെന്നേ ഉള്ളു. അതാണ്, നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു ഭാഷയോ. പാതിമസഭയിൽ എല്ലാവർക്കും തന്നെ ഭാഷാപരമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ധ്യാനം നടത്തുമ്പോൾ അറിയാതെ ചില സമയത്ത് സ്തുതിച്ചു പോകുമ്പോൾ സ്തുതിപ്പിൻ്റെ ഇടയ്ക്ക് യാ സീരിയാറാമി എന്ന് വരികയല്ലേ, അതൊരു ഭാഷയാണ്, സിലബിളാണ്. അതൊരു കാലത്ത്, ഏതോ ഒരു കാലത്ത് ഞാൻ ചെറിയായിരിക്കുന്ന സമയത്ത് സ്തുതിപ്പിൻ്റെ കാലത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതാണ്. കാര്യത്തിൽ അത് 8:26 അനുസരിച്ചുകൊണ്ട് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം അവാച്യമായ നെടുവീർപ്പ് തന്നെ കാര്യങ്ങൾ അറിയാവുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പം തന്നെ ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെന്ന് പറയത്തില്ല. എനിക്ക് 1 കൊരിന്ത്യർ 12:4 അടിച്ചേ. 1 കൊരിന്ത്യർ 12:4. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും 1 കൊരിന്ത്യർ 12:4 പറഞ്ഞ ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ആത്മാവ് ഒന്ന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നീശോയെ എന്ന് വിളിക്കേണ്ടതും എൻ്റെ ഈശോയെ എൻ്റെ ആശ്രയമേ എന്ന് വിളിക്കേണ്ടതും യാ സിരിയാരാലാമി എന്ന് പറയുന്ന ഭാഷ ഒരു ശരിക്കും പറഞ്ഞ ഇഫക്റ്റിൽ ഒന്ന് തന്നെയാണ്. ആത്മാവ് ഒന്ന് തന്നെയാണ്. കാര്യം ഈ ആൾക്കാർക്ക് ഈ ഭാഷകളൊന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല. ഏതോ ഒരു കാലത്ത് അവർക്ക് ദൈവമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ മനസ്സിൽ വന്നതാണ്. പക്ഷേ ചില സമയത്തൊക്കെ ബന്ധം കുറഞ്ഞു പോയെന്ന് വരും. പക്ഷെ ആ പ്രാർത്ഥന നിലനിൽക്കും. ഒന്നുകൂടി വായിച്ചു. 1 കൊരിന്ത്യർ 14:26 വായിച്ചേ. സഹോദരങ്ങളെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ചിലക്ക് ഇപ്പൊ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. എനിക്കൊരു സങ്കീർത്തനമല്ല, കുറേ സങ്കീർത്തനം എൻ്റെ മനസ്സിൽ വരും. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണം എന്താ അറിയാവോ? അതായത് പലപ്പോഴും കാര്യം നമ്മുടെ വാക്കിനുള്ള കുഴപ്പം എന്താ, നമ്മൾ മരിച്ചു പോണ പോലെ നമ്മുടെ വാക്ക് മരിച്ചു പോകും. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ മരിക്കാത്ത വചനത്തിൻ്റെ കണ്ടൻസ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എഫിക്കസി കൂടും. നമ്മൾ എഫിക്കസി ഓഫ് പ്രെയർ എന്ന് പറഞ്ഞില്ലേ, എഫിക്കസി ഓഫ് പ്രെയർ എന്ന് പറയണത് ശരിക്കും പറഞ്ഞ ഈ ഇവാഞ്ചലിക്കൽ പ്രെയർ എന്ന് പറയണത് വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനം നമ്മുടെ വായി വരും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ട വചനങ്ങൾ നമ്മുടെ വായിൽ വരും. അപ്പോൾ ചില 91 സങ്കീർത്തനം ചിലർക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അവർ വാ വിളിച്ച് ദൈവതിരുസേനയിൽ നിന്ന് അവരുടെ 91 സങ്കീർത്തനം വരും. ചിലർക്ക് 23 സങ്കീർത്തനം ഭയങ്കര അഭിഷേകം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾക്ക് പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ കൾച്ചർ വരണത്. എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ രക്ഷയും ഓഹരിയുമാകുന്നു. കർത്താവിൻ്റെ രക്ഷയും
പ്രകാശമാകുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്? എൻ്റെ കർത്താവ്, ഞാൻ ബൈബിൾ കുരിശൊക്കെ എടുത്തിട്ട് എന്താ പറയണത്? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. അത് എവിടുന്ന് കിട്ടിയത്? എനിക്ക് പോലും അറിയാൻ പറ്റും എവിടുന്ന് കിട്ടിയത്. ഏതോ ഒരു കാലത്ത് ഞാനും ദൈവവുമായിട്ട് വസന്തകാല ബന്ധം ഉണ്ടായപ്പോൾ, ആത്മാവിൻ്റെ വസന്തം ഉണ്ടായിരുന്ന കാലത്ത് കർത്താവ് എൻ്റെ നാവിൽ ഇട്ട് തന്നൊരു തേനാണത്. എന്താ കാര്യം? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെ എന്താണ്? സഭയുടെ അധികാരത്തിൽ. ഇതൊന്നും ഞാൻ ചിന്തിച്ച് പറയണമല്ല. സഭയുടെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സഭയിൽ എനിക്ക് പൗരോഹിത്യം തന്നത്. അപ്പോൾ ആ അധികാരം ആടുകയാണ്. കർത്താവ് സഭയ്ക്ക് കൊടുത്തിട്ട് സഭ ഈ കാലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് പരമേൽപ്പിച്ച് തന്നതാണ്. സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇതിനേക്കാൾ വലിയ അടയാളമുണ്ടോ? സാത്താനപ്പോലും വിറപ്പിക്കുന്ന അടയാളമില്ല കുരിശ്. കാര്യം കുരിശിനാൽ പാപത്തെ വെന്ന് ജീവനെ പൊരുത്തരിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിജയത്തിൻ്റെ അടയാളമാണ് കുരിശ്. കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. അതാണ് എൻ്റെ ഭാഷാപരം. അതെന്ന് വെച്ചാൽ എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ 61 വയസ്സ്, ഇപ്പം എനിക്കിപ്പോൾ 65 വയസ്സായി. ഒരു ദിവസം ഞാനിങ്ങനെ 276 ദിവസം ഒരു ഷാപ്പിന് വാദിക്കുക സമരത്തിന് കിടന്ന് കുർബാന കഴിയുമ്പോൾ സമരത്തിന് പോകും. കാര്യം അത് നമ്മുടെ വീടിൻ്റെ നടുക്ക് കൊണ്ടൊന്ന് ഷാപ്പ് വെച്ചിരിക്കണം. അപ്പോൾ ഒരു 5 കൊല്ലത്തിനുള്ളിൽ ആ വീട്ടുകാർ മുഴുവൻ കുടിയന്മാരാകും. അപ്പോൾ അവിടുത്തെ ചേട്ടത്തിമാർ വന്ന് എന്നോട് നിലവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് സമരം തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ സമരം നീണ്ടുപോയി. അത് കിസ്ത അടക്കണ നെല്ലിക്കയുള്ള ലേസസ്റ്റ് ഷാപ്പാണ്. അപ്പോൾ ഗവൺമെൻറ് അത് പിൻവലിക്കാനും പറ്റില്ല. ഗവൺമെൻറ്റിന് അവർ ലക്ഷങ്ങൾ കൊണ്ട് കെട്ടുവെച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ കെട്ടിലായിപ്പോയി. എനിക്കെതിരെ അവർക്ക് ഹൈക്കോടതി കേസ് കൊടുത്തു. എനിക്കെതിരെ അവർ നഷ്ടപരിഹാര കേസ് കൊടുത്തപ്പോൾ 80 ലക്ഷം രൂപ വരും കേസ്. അവർ വിജയിക്കാരെ ഇത് കിസ്തടച്ച ഷാപ്പാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിയമവും എൻ്റെ കൂടെ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഈ സമരം ചെയ്യുന്ന ജനങ്ങളും പോകുമ്പോൾ ഞാൻ ഒറ്റക്കായി പോകും. അപ്പോൾ ഞാനൊക്കെ കുർബാനയിലേക്ക് പള്ളിത്തോട്ടിൽ എൻ്റെ സ്വന്തം ഇടവക ഞാൻ കൊച്ചുജനായിരുന്നതാണ്. അപ്പോൾ ഞാൻ കുർബാനയിലേക്ക് കഴിഞ്ഞ് ഞാനിങ്ങനെ കുർബാന എടുത്തായിട്ട് ഓർക്കുകൊണ്ട് അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്നെ കണ്ടോണ്ടേ ഞാൻ വന്നത്. ഇപ്പം നീ മാത്രമേ ഉള്ളെന്ന് ഓർക്കണം. അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് എൻ്റെ കർത്താവ് എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ്. ഞാൻ ഇന്ന് ഈ പരീക്ഷകളിലൂടെ കടന്നുപോയപ്പോൾ എന്നെ തള്ളിക്കളയാതെ ചേർത്ത് എല്ലാവരുടെ മുമ്പിൽ ചേർത്ത് നിർത്തിയ കർത്താവ് എൻ്റെ കർത്താവ് എന്ന് പറയും. അതുപോലെ നമുക്കെല്ലാം ഓരോ എൻ്റെ കർത്താവുണ്ട്. എൻ്റെ കർത്താവ് ആ കേസ് തള്ളിപ്പോയി. ആ മനുഷ്യൻ തകർന്നു പോയി. ശരിക്കും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ച് 8 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞ് സാരമില്ല, ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, പൈസ അവരെടുത്തോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതല്ലായിരുന്നു ആവശ്യം. അവരെ ഉപദ്രവിക്കുക എന്നല്ല ഉദ്ദേശം. നമ്മുടെ ജനങ്ങൾ കുടിയന്മാരായി കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നിന്നതാ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. അതാണ് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ച എൻ്റെ കർത്താവ് എന്ന് പറയണത്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു കർത്താവ് ഉണ്ടാവും. നിങ്ങളുടെ തക്ക സമയത്ത് അഗ്നിപരീക്ഷയിൽ നിങ്ങളെ സഹായിച്ച കർത്താവ്. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്ന് പറയാൻ ഒരു കർത്താവ് ഉണ്ടാകണം. അനുഭവത്തിൻ്റെ കർത്താവ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ആരാധനയിലായിരിക്കുമ്പോൾ തീർത്ഥാടനത്തിലിരിക്കുന്നവർ ഓൺലൈനിൽ എപ്പോഴെല്ലാം ഈ ധ്യാനം കൂടുന്നുവോ അവരെല്ലാവരും ലക്ഷക്കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ. ഏത് സമയത്തും അഭിഷേകത്താൽ നിറയാൻ ഉടമ്പടി ആരാധനയെ ദൈവം സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കുന്ന കൈയടിച്ച് കർത്താവ്. ഈ ഉടമ്പടിയിൽ നമ്മൾക്ക് അതായത് ആശയപരമായി ദൈവദേശത്തിന് ഉടമ്പടിയിലാകുന്ന ഒത്തിരിയേറെ ദൈവിക പരികർമ്മങ്ങളുണ്ട്. ആശയപരമായി നമ്മളിപ്പോൾ വരുമ്പോൾ പ്രായോഗികമായി ഉടമ്പടിയിലാകുകയാണ്. ആശയപരമായി ഉടമ്പടിയിലാകുന്നതും ദൈവം അംഗീകരിക്കുന്ന ഒരു ദൈവികമായ അടയാള പദ്ധതിയാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. തൃശ്ശൂരിൽ നിന്ന് സവിത എന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയണത് മാരകമായ വയറുവേദനയുടെ മകന്. അവന്
2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. മാരകമായ വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വന്നാൽ നിൽക്കത്തില്ല, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. തന്നെയാണ് അമ്മ മക്കളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ കുഞ്ഞിന് സങ്കടവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അമ്മയുടെ ജീവിതം തീർന്ന് ഇവനോ ഓർത്തിട്ടുള്ള വിഷമവും വേവലാതിയുമായിട്ട് ജീവിക്കുകയാണ്. അത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അത് കേട്ട് കഴിഞ്ഞാൽ. നിങ്ങളുടെ മക്കൾക്ക് രോഗം വരുമ്പോൾ, പക്ഷെ അത് മാറാത്ത രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ മാറും, ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് പോയി. അതോടുകൂടി ഇവരുടെ പിടിവിട്ടു പോയി. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പിടിവിട്ടു പോകുന്ന ഒരവസരം വരും, പിടിവിട്ട് ജീവിതത്തിലുണ്ടാവും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ഉണ്ടാവും, ഉടമ്പടിക്ക് മുമ്പും ഉണ്ടാവും. പിടിവിട്ടു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വിശ്വാസികളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളുടെ ഒരു ഗുണമെന്ന് പറയണത്, നിങ്ങൾ പിടിവിട്ട് പോകുമ്പോൾ എല്ലാം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ പറയും 21 ലക്ഷം ആൾക്കാരെ കണ്ണുനീര് നേരെ കേട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ 10-32 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്. അപ്പോൾ പിടിവിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കരുത് എൻ്റെ പിടിവിട്ട് പോകുമെന്ന് ഓർക്കരുത്. പിടിവിട്ട് പോകുമ്പോൾ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിരിക്കണം എന്ന് ഓർക്കണം. കൈയിട്ടിച്ച് ശ്രദ്ധിക്കണ്ടല്ലേ. Uphold me in the victorious, with the victorious right hand. Take the word of God, Isaiah 41:10. അതാണ് അവൻ്റെ വലത് കരത്താൽ അവൻ എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നുവെന്ന്. അപ്പം നമ്മുടെ പിടി ഇപ്പം മരുന്നിനിയില്ല, ഈ രോഗത്തിന് മരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സൃഷ്ടാവിൽ ആരംഭിക്കാൻ പോകുന്ന കൈയടിച്ച് ശ്രദ്ധിക്കണല്ലേ. നമ്മളിങ്ങനെ ആരാധനയിൽ പോകുമ്പോൾ നമ്മുടെ ആരാധനയിൽ ഈശോ എന്നാ ചെയ്യണത്? വചനം പഠിപ്പിക്കും, വചനം വ്യാഖ്യാനിച്ച് തരും, വചനം പ്രാർത്ഥിപ്പിച്ച് തരും, വചനം പാട്ടാക്കി മാറ്റിത്തരും. ഇതൊക്കെ എന്തിനാ? ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ആരാധന ഇരുന്ന് കൂടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആരാധന ഇരുന്ന് കൂട്ടമായിട്ട് ആരാധന, അയൽവാസികളെല്ലാം ഉടമ്പടി എടുത്തിട്ടുള്ളവരെല്ലാം ഒരുമിച്ചൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് വന്ന് മൊബൈൽ TV കണക്ട് ചെയ്ത് ആരാധന, ഈ നമ്മുടെ സാരി തലപ്പൊക്കെ പള്ളിയിലിരിക്കുന്ന പോലെ ശിരസ് മൂടിക്കൊണ്ട് TV ആരാധന, ഉടമ്പടി ആരാധന കൂടുന്നവരുണ്ട്. ഉടമ്പടി ആരാധന എന്ത് സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞു, എന്ത് സംഭവിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഷാലോൺ TV പോലും ആരാധന കൂടുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നീണ്ടു വന്നിട്ട് മാരകരോഗങ്ങൾ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ സവിതയുടെ അവസ്ഥ എന്താ? സവിതയുടെ മകൻ അവർ ഇങ്ങനെ ഉടമ്പടി ആരാധന, ഇപ്പം അവർക്ക് അവിടെ നിലവിട്ട് പോയില്ല, പിടിവിട്ട് പോയില്ല. അവർ പിടിവിട്ട് പോയെങ്കിലും ഇനി മരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും കുഞ്ഞിൻ്റെ ഈ മരണം വരെ ഇങ്ങനെ ആയിരിക്കുമോ? ഞാൻ മരിച്ചാലും കുഞ്ഞിനെ വേദനയുമായിട്ട് കുഞ്ഞ് തുടരേണ്ടി വരുമോ? ഇങ്ങനെ വല്ലാത്ത ചിന്തകളെല്ലാം ബാധിച്ച് ഒരുതരം ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ സങ്കരം, അത് ഭ്രാന്ത് കണ്ണീരായിട്ട് ഇങ്ങനെ ഒഴുകി. അത് അപ്പോഴും ഇവിടെ ഉടമ്പടി ആരാധന കൂടുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടില്ലേ ആള്? അതാണ് രസം. അതാണ് ഞാൻ പറഞ്ഞത്, ആശയപരമായ ബന്ധമെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞത് അതാണ്. നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എടുത്ത് കാണത്തില്ല, പക്ഷെ നമ്മൾ ഉടമ്പടിയുടെ ഉപ്പ് ചില ആൾക്കാർ ഉപയോഗിക്കും, ആരെങ്കിലും നാത്തുമാരെ ബന്ധുക്കളെ തരുന്ന ഉപയോഗിക്കും. അവരത് വിശ്വസിച്ചില്ലേ, അപ്പം അതിന് ആശയപരമായിട്ട് അവർ ഉടമ്പടിയോടെ കണക്റ്റഡായി. ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങൾക്കും അവർക്ക് യോഗ്യതയായി. വിശ്വാസമാണല്ലോ ബന്ധമെന്ന് പറയുന്നത്. ഈ പാലമെന്ന് പറയുന്നത്, ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താ? അക്കരെ ഇക്കരെ ഒരു നദി ഒഴുകുന്ന ദൈവം ഇക്കരെയും നമ്മൾ അക്കരെയുമാണെങ്കിൽ ഇതിൻ്റെ പാലമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെ പാലം. ചിലത് അടിപ്പാലമുണ്ട്, ചിലത് കോൺക്രീറ്റ് പാലമുണ്ട്, പല പാലങ്ങളേ ഉള്ളതെന്നേ ഉള്ളൂ. തടിപ്പാലമൊക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഉടഞ്ഞു പോകും, മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ കണ്ടിച്ചൊക്കെ പോകും. നല്ല കോൺക്രീറ്റ് പാലമുള്ള ആൾക്കാരുണ്ട്. വിശ്വാസം ഒരിക്കൽ വിശ്വാസം സ്ഥാപിച്ചാൽ പിന്നെ അത് പോകത്തില്ല. അത് തന്നെ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ അതിനെ
മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവർ ഇങ്ങനെ കുഞ്ഞപ്പുറത്ത് കളിക്കുക വേറെ എന്തോ എടുക്കാൻ വേണ്ടി, കുഞ്ഞ് ഫ്രീ ആണ്, അമ്മയുടെ അടുത്ത് ഇല്ല. അപ്പോൾ അമ്മ ഇരുന്നുകൊണ്ട് ടി വിയിൽ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധന കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ആരാധന കൂടുന്നതിനേക്കാൾ ഉപരി ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാധനയും കരച്ചിലും ഒരുമിച്ച് പോവുകയാണ്. ദൈവത്തോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു അവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ എല്ലാവരുടെയും പറയാൻ പറ്റുമെങ്കിൽ അവരൊക്കെ ഒരു മാനുഷികമായ സഹതാപം തരികയല്ലേ ഉള്ളൂ. എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ ഈ മാനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. മാനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം മനുഷ്യനെതിരായിട്ടല്ല, നിങ്ങളെ റിലേ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പണി മേടിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾ സമയം കൂടെ ചിലവഴിക്കുന്ന ബന്ധുക്കൾക്ക്, സ്വന്തപ്പെട്ടവർക്ക്, ഫ്രണ്ട്സിന് അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പണി മേടിച്ചിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം പാഠം പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അവർ സ്കൂട്ടാകും, അവരുടനെ സ്കൂട്ടാകും. അത് അവർ നിങ്ങളുടെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ വിട്ടും വെച്ചിട്ട് അവർ പോകുന്നത് വരെ വൈ ഷുഡ് യു മെയിൻറ്റെയിൻ ദം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒരു തട്ടുകേട് നിങ്ങൾക്ക് കിട്ടണ വരെ വൈ ഷുഡ് യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ എന്താ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണത്? അപ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക. ബന്ധുക്കൾ വേണ്ടെന്ന, സ്വന്തം വേണ്ടെന്ന, ഫ്രണ്ട്സ് വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണത്. യു ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്ന, വിശ്വാസ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങൾ ദൈവത്തെ വളരാൻ നിങ്ങൾ അനുവദിക്കാത്ത ഒരു പിശാചിനെ, അവനത്തെ ബന്ധുവോ സ്വന്തമായിട്ട് എന്തിനാണ് തൂങ്ങിക്കൊണ്ട് നടക്കുന്നത്? അവിടുന്ന് അവരെ വിട്ടേക്കൂ എന്ന് കർത്താവ് പറഞ്ഞില്ലേ? അവരെ വിട്ടേക്കൂ. എന്താണ് കാരണം? അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. ആധ്യാത്മിക ജീവിതം, ക്രിസ്തുവുമായുള്ള ജീവിതം കുറേ ആൾക്കാരെ വിടാതെ പറ്റത്തില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. അവരെ വിട്ടേക്കൂ. ശ്രദ്ധിക്കണ്ട. മത്തായി 15:14 അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ദൈവത്തിൽ നിങ്ങളെ വളർത്താത്ത, ദൈവത്തെ കാണാത്ത എല്ലാ മനുഷ്യരും അന്ധരാ. സംശയമുണ്ടാവും. അതുകൊണ്ടാണ് ഈ ടി വിയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് എന്താ പറയണ, ഭൂമിയിൽ ഒരു വാഴക്കായും ചെയ്യാതെ ദൈവത്തിന് എന്തിനാണ് മോഡിൽ എന്ത് വാഴക്ക ചെയ്യുക? അപ്പോൾ അയാൾക്ക് ബോധമില്ല, ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല. അയാൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയാത്തവർക്കോ പ്രാർത്ഥിക്കാത്തവർക്കോ ദൈവത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശം? അത് പ്രാർത്ഥിക്കുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് ദൈവത്തെക്കുറിച്ച് പറയുക. ശ്രദ്ധിക്കട്ടെ. അപ്പോഴേ ഇതുപോലെയുള്ള ഒരു ടൈമില്ലേ, അതായത് പിടിവിട്ടു പോകുന്ന ടൈം, അതെന്തിനാണ്? നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചേച്ചി എന്താ ചെയ്യണേ? ഇപ്പം മകൻ്റെ കാര്യം ജീവിതത്തിൽ പിടിവിട്ടു പോയ അവസ്ഥയായി. ഇനി എന്ത് ചെയ്യുന്നത്? ഷി ഹാസ് നോ ഐഡിയ. ഇനി എവിടെയാണ് പോകേണ്ടതെന്ന്, റിലേ ചെയ്യേണ്ടതെന്ന്, ആശ്രയം വെക്കേണ്ടതെന്ന് അറിയാതെ അന്താളിപ്പും അമ്പരപ്പുമായിട്ട് ഈ ഒരമ്മ വേദന കൊണ്ട് ആരാധന കൂടുകയാണ്. കൂടുന്ന സമയത്ത് പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ എന്തോ എടുക്കാൻ പോയി മകൻ പെട്ടെന്ന് ഓടി വന്ന് ഇവരുടെ മടി കയറിയിരിക്കും. ഈ 7ാം ക്ലാസ്സുകാരൻ, അമ്മ എൻ്റെ വയറുവേദന പോയെന്ന് പറഞ്ഞു. പെട്ടെന്ന്